നമസ്കാരം. ഡബ്ലിനിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് പുറത്ത് സുരക്ഷാ ജീവനക്കാർ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുന്നതിനിടെ കോങ്കോ സ്വദേശിയായ യുവാവ് ദാരുണമായി മരണപ്പെട്ടു. പെർഫ്യൂം കുപ്പികൾ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് 35-കാരനായ ഈവ്സ് സാഖിലയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവച്ചത്. തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ച ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു ഡബ്ലിനിലെ പ്രശസ്തമായ അർണോൾഡ്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് മുന്നിൽ നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. സുരക്ഷാ ജീവനക്കാരായ നിരവധി പേർ ചേർന്ന് 5 മിനിറ്റോളം സാഖിലയെ റോഡിൽ കിടത്തി അമർത്തിപ്പിടിക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു സുരക്ഷാ ജീവനക്കാരൻ ഇയാളുടെ തലയുടെയോ കഴുത്തിന്റെയോ പിൻഭാഗത്ത് കാൽമുട്ടൂന്നി നിൽക്കുന്നതും ചുറ്റും കൂടി നിന്ന ഉപഭോക്താക്കൾ ഇത് നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്. കുട്ടികളുമായി എത്തിയ അമ്മമാർ ഉൾപ്പെടെയുള്ള ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ചായിരുന്നു ഈ ക്രൂരത. തനിക്ക് മേൽ ബലപ്രയോഗം നടത്തിയ സുരക്ഷാ ജീവനക്കാർക്കിടയിൽ കിടന്ന് രക്ഷയ്ക്കായി സാഖില നിലവിളിക്കുന്നതും എന്നാൽ താഴെ കിടക്കൂ എന്ന് സുരക്ഷാ ജീവനക്കാർ ഇയാൾക്ക് നേരെ ആക്രോശിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. 3 മിനിറ്റിലധികം നീണ്ട ബലപ്രയോഗത്തിനൊടുവിൽ സാഖില പൂർണ്ണമായും നിശ്ചലനാവുകയായിരുന്നു. ഇതോടെ പരിഭ്രാന്തരായ സുരക്ഷാ ജീവനക്കാർ ഇയാളെ വിട്ടയച്ചു. ഇതിലൊരു ജീവനക്കാരൻ പരിഭ്രമത്തോടെ ഫോൺ കോൾ ചെയ്യുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വൈകുന്നേരം 5 മണിയോടെയാണ് മോഷണക്കുറ്റം ആരോപിച്ച് ആർണോൾഡ്സിലെ സുരക്ഷാ ജീവനക്കാർ സാഖിലയെ തടഞ്ഞുവച്ചതെന്ന് ഐറിഷ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യുന്നതിനിടെ ഇയാൾ അബോധാവസ്ഥയിലാവുകയായിരുന്നു. 2004 മുതൽ അയർലൻഡിൽ താമസിച്ചു വരുന്ന സാഖിലയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങേയറ്റം അസ്വസ്ഥത ഉളവാക്കുന്നതാണെന്നും ഇത് അയർലൻഡിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ ഉത്തരവിട്ടു. പാർലമെന്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നടന്ന സംഭവങ്ങളുടെ പൂർണ്ണമായ പശ്ചാത്തലം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും നിലവിലെ സാഹചര്യങ്ങൾ അത്യന്തം ആശങ്കാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാഖിലയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ 80-കാരനായ ഒരു വൃദ്ധനും പരിക്കേറ്റിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഫിയോസ്രു എന്നറിയപ്പെടുന്ന ഗാർഡ ഓംബുഡ്സ്മാൻ സംഭവത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുരക്ഷാ ജീവനക്കാർ സാഖിലയ്ക്ക് നേരെ അമിതമായ ബലപ്രയോഗം നടത്തിയിട്ടുണ്ടാകാമെന്ന് അയർലൻഡ് നെറ്റ്വർക്ക് എഗെയിൻസ്റ്റ് റേസിസം ആശങ്ക പ്രകടിപ്പിച്ചു.